അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും നൈറ്റി വെട്ടാനോ തയ്ക്കാനോ ഒന്നും അറിയില്ലെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൈറ്റി വെട്ടി തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നൈറ്റി മെറ്റീരിയൽ അല്ല കേട്ടോ, ഇത് റണ്ണിങ് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിക്കില്ലേ ആ ഒരു ഐറ്റമാണ്. ഇതാണ് മെറ്റീരിയൽ. ഇത് അളവ് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ നല്ല 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ 3.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്. നമുക്കിതിൻ്റെ വീതി ഒന്ന് അളന്ന് നോക്കാം. അതായത് ഇങ്ങനെ വീതിയിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. കറക്റ്റ് 44 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. നമ്മൾ നൈറ്റി മെറ്റീരിയൽ എടുക്കുമ്പോൾ എപ്പോഴും 36 ഇഞ്ച് 34 ഇഞ്ചൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 44 ഇഞ്ച്. ചുരിദാറിൻ്റെ ഒക്കെ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കാൻ വാങ്ങിക്കില്ലേ ആ ഒരു മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണോ കുടയോ അങ്ങനെ എന്തോ ഒരു ഡിസൈനാണ്. കുട പോലെ കൂണ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതെല്ലാം ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും പോവും, ബാക്കിൽ തിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ സാധാരണ വെട്ടണ പോലെ വെട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ റെഡിയാക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ 3/4 സ്ലീവാണ്. നല്ല വലിയ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ നൈറ്റിയൊക്കെ ആവശ്യമുള്ളവർ എന്തായാലും ഇതുപോലുള്ള മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ മെറ്റീരിയലിന് ഇത്തിരി വില കൂടുതലാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ വെട്ടണതിന് മുമ്പായിട്ട് നമുക്ക് നൈറ്റിയുടെ ലെങ്ത്ത് ഒന്ന് നോക്കണം. അളവ് എത്ര ഇഞ്ച് ഉണ്ട് നോക്കണം. അതുപോലെ തന്നെ കൈനീളം എത്ര ഇഞ്ച് ഉണ്ട് നോക്കണം. എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ തികയോ നോക്കണ്ടേ. ഇതിപ്പോൾ 3.5 മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് 3.5 മീറ്റർ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവട്ടെ. പിന്നെ ജോയിൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യണം. പിന്നെ താഴ്ഭാഗം കണ്ട നല്ല ഫ്ലെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലെങ്ത്തൊക്കെ ഒന്ന് നമുക്ക് അളന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ അളന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഈ മെറ്റീരിയൽ എന്തായാലും കുറച്ച് കൂടുതലാണ് ഉണ്ടായിരുന്നത്. 3.5 ശരിക്കും വേണ്ട. ഒരു 3.25 മീറ്റർ ആണെങ്കിലും നമുക്കിതുപോലുള്ള നൈറ്റിയൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ കറക്റ്റായിട്ട് ലെങ്ത്ത് നോക്കണ്ടേ. ഇതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതൽ വേണം നമുക്ക് തുണി. എന്നാലാണ് നമുക്ക് സുഖമായിട്ട് വെട്ടി തയ്ക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കൈ നീളം നോക്കുക. കൈ കിട്ടണ്ടോന്ന്, കൈ ഇത്ര നീളത്തിൽ കിട്ടണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. 3/4 ആയതുകൊണ്ട് ഹാഫ് സ്ലീവ് ആണെങ്കിൽ സൈഡിൽ നിന്ന് വെട്ടുന്നത് കിട്ടും. 3/4 ആകുമ്പോൾ സൈഡിൽ നിന്ന് വെട്ടണത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് ഡിസൈൻ ഒപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ ജോയിൻ്റൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അളവൊക്കെ നോക്കി. അതുപോലെ തന്നെ ഫ്ലെയർ, താഴത്തെ ഫ്ലെയർ ഒരു എന്താ പറയുക 40 ഇഞ്ച് ഇട്ടിട്ട്, അതായത് ഇങ്ങനെ ഒരു സൈഡ് നോക്കുമ്പോൾ 20 ഇഞ്ചിന് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 44 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ട് അത്രയും ഫ്ലെയർ കിട്ടുന്നു. നോർമൽ മെറ്റീരിയലിൽ നിന്ന് ഇങ്ങനെ കിട്ടില്ല കേട്ടോ. ചിലർ കൊണ്ടുവന്നിട്ട് ഈ അളവും തരും, സാധാരണ മെറ്റീരിയലും കൊണ്ടുവന്ന് തരും, നൈറ്റി മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അളന്ന് നോക്കിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം അവരോട് തന്നെ പറഞ്ഞേക്കുക. ഇപ്പം നമുക്ക് തയ്ക്കാനാണെങ്കിലും മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിലും ഇതേപോലെ വീതിയുള്ള മെറ്റീരിയൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ, ഇത്രയും വലിയ നൈറ്റി ആണെങ്കിൽ കേട്ടോ. ചെറിയ നൈറ്റി ആണെങ്കിൽ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ തന്നെ മതിയാവും. ഒരുവിധം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 44 ഇഞ്ച് വരെയൊക്കെ നമുക്ക് 46 ഇഞ്ച് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് ഇത്രയും വലുതൊക്കെ ആകുമ്പോഴേ നമുക്ക് പറ്റില്ല. ഞാനപ്പോൾ ഇത് മെറ്റീരിയലൊന്ന് അളന്നൊക്കെ നോക്കുകയാണ്. ആദ്യം ബോഡി പാർട്ടിനുള്ളത് പീസ് അളന്ന് നോക്കി അത് മടക്കിയതിന് ശേഷം നമുക്ക് കൈക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ നല്ല സ്പേസ് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കഴിഞ്ഞ് 16 ഇഞ്ച് മതി കൈക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ. ഇപ്പോൾ നമുക്ക് അടി പീസ് വെച്ച് കൊടുക്കാനൊക്കെ ഇതിൽ നിന്ന് തന്നെ പീസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കട്ട് ചെയ്തെടുക്കാം. അതായത് മുറിച്ചെടുത്ത മെറ്റീരിയൽ ഇപ്പോൾ ഷീമാട്ടിയുടെ ആണ് കേട്ടോ. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാണ്. 160 രൂപയാണ് 1 മീറ്ററിന് കേട്ടോ. അപ്പോൾ തന്നെ അറിയാമല്ലോ 3.5 മീറ്ററിന് എത്ര രൂപയായിട്ടുണ്ടാവും. പിന്നെ തയ്യൽ കൂലി നമ്മുടെ ഷോപ്പിൽ 250 രൂപയാണ് കേട്ടോ ഒരു നൈറ്റി തയ്ക്കുന്നതിന് വാങ്ങിക്കണത്. പക്ഷേ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നൈറ്റി മെറ്റീരിയൽ എടുത്തുകൊണ്ടുവന്ന് തയ്പ്പിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ റെഡിമെയ്ഡ് എടുത്താൽ ഇഷ്ടപ്പെടാറില്ല. ഇതുപോലെ വലിയ സൈസുള്ളവരും അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനിങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റേറ്റും അവർക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാഫിന് പൈസ കൊടുക്കണം. സാധാരണ 100 രൂപയൊന്നും വാങ്ങിച്ചാൽ മുതലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ ആദ്യം വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൈക്ക് വേണ്ട മെറ്റീരിയൽ ഞാനിങ്ങനെ നീളത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. 2ആക്കി മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കി അങ്ങനെ 4ആക്കി മടക്കിയെടുത്തിട്ട് കൈ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ എപ്പോഴും സ്റ്റാഫാണ് ചെയ്യുന്നത്. നൈറ്റ് വരുമ്പോൾ ഇതിപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് കടയിൽ നിന്ന്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കടയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പോകും. അത് കഴിഞ്ഞ് രാത്രി വരെയും അവിടെ. അപ്പോൾ നമുക്ക് കിടക്കേണ്ട സമയമൊന്നും ആവണതിന് മുമ്പായിട്ട് ഞാനിങ്ങ് പോരും കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പകലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ നേരം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കടയിൽ ഇരിക്കുമ്പോഴേ ബുദ്ധിമുട്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ പകൽ പോയിട്ടില്ല ഇതുവരെ ആയിട്ടും. ഇനി പോകണം.
എന്ന് വെച്ചിട്ട് എന്നും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നടക്കണവർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബോറടിയൊക്കെയാണ്. പിന്നെ നമുക്ക് അസുഖം വന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പോവാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ ലെങ്ത്ത് നോക്കുകയാണ് കേട്ടോ. കൈ മുറിച്ചതിന് ശേഷം ലെങ്ത്ത് ഒന്നുകൂടെ അളന്ന് നോക്കുകയാണ്. എനിക്ക് ആകെ തെറ്റിപ്പോവരുതല്ലോ, നമുക്ക് തികയാണ്ടേ വരരുതല്ലോ. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊക്കെ ഞാനൊന്ന് അളന്ന് നോക്കുകയാണ്. ഇത് സാധാ നോർമൽ നൈറ്റിയാണ് കേട്ടോ. അതായത് ചുരിദാർ കട്ട് നൈറ്റി ഉണ്ടല്ലോ, ആ നൈറ്റിയാണ്. ഇതാ നമ്മുടെ ആവശ്യത്തിനുള്ള തുണിയും കഴിഞ്ഞിട്ട് ബാലൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ മടക്ക് ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ പീസ് എടുത്ത് നമുക്ക് കഴുത്തിലേക്കോ ബട്ടൺ പീസോ ആയിട്ടൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ കൈയിൻ്റെ മെറ്റീരിയൽ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നീളത്തിൽ മടക്കിയിടാം. നീളത്തിൽ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. നല്ല വീതി നീളമൊക്കെ ഉള്ള തുണിയാണ്. ഇതിപ്പോൾ നമുക്ക് ചുരിദാറൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കുർത്തി ടോപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. ഷീമട്ടിയിലാണെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ഇതുപോലെ കോട്ടൺ മെറ്റീരിയൽ ഇഷ്ടം പോലെ കിട്ടും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് നീറ്റായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് എങ്ങനെ വെട്ടിയെടുക്കണം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയണതൊക്കെ മനസ്സിലാവേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മൾ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വടിവായിട്ട് ഇട്ടിട്ടുണ്ട്, ചുളിവൊന്നും ഇല്ലാതെ. ഇനി നമുക്ക് ബോഡി പാർട്ടിന് വേണ്ട സംഭവം ഉണ്ടല്ലോ, എത്ര ഇഞ്ച് വേണമെന്നുള്ളത് നമ്മുടെ അളവിൽ നോക്കിയിട്ട് അതിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും മറിച്ചൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ആ കുട പോലുള്ള ഡിസൈൻ ഒരു സൈഡ് തിരിഞ്ഞും ഒരു സൈഡ് മറിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിയെടുക്കാൻ പോവാണ്. ഞാൻ ചോക്കാണ് കേട്ടോ നോക്കണത്. ആ ചോക്ക് കിട്ടി. ചോക്ക് തുണി വിരിച്ചപ്പോൾ തുണിയുടെ അടിയിലായിപ്പോയി. ഇനിതാ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റേണ്ട മാർക്ക്, അതിന് വേണ്ടിയാണ് അങ്ങോട്ട് മാറ്റിയിട്ട് കേട്ടോ. ഇനിതാ ഇവിടെ ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. 15-ാം തീയതി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമാണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോ 12ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോ അവർക്ക് ജസ്റ്റ് ഒന്ന് തയ്യലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പഠിപ്പിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് തയ്ച്ചെടുക്കാനും പറ്റും. സിമ്പിളായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞുള്ളവർക്ക് മാത്രമല്ല കേട്ടോ. അതായത് ഞാൻ ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചിടുകയാണ്. ആ ഡിസൈൻ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ഈ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. ഓക്കെ, നമ്പർ നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നൈറ്റിയുടെ വീഡിയോയിൽ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും മിക്കവാറും പെരുന്നാൾ, പറയാൻ പറ്റില്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു നൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വെട്ടി തയ്ക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു നൈറ്റ് തയ്ച്ചിട്ട് ഇട്ട് നോക്കുന്നത്. സ്വന്തമായിട്ട് തയ്ച്ചിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അല്ലെങ്കിൽ അത് ആ വിഷു വരണുണ്ട്, വിഷുവിനാണെങ്കിലും ഒരു നൈറ്റിയൊക്കെ തയ്ച്ച് നമ്മുടെ അളവിൽ തയ്ച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവായിട്ടുള്ളൊരു നൈറ്റി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിൽ വെച്ച് വെട്ടിയൊക്കെ എടുത്താൽ മതി കേട്ടോ. സുഖമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 2 മെറ്റീരിയലും ഞാൻ ഒപ്പം ഇട്ടിട്ടുണ്ട്. ഇനി ചുളിവൊന്നും വരാതെ ഇടണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈറ്റി ഉണ്ടല്ലോ, മെറ്റീരിയലല്ല നൈറ്റി, അളവ് നൈറ്റി നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ് അങ്ങനെ ചുരുളവ് എന്താ പറയുക, ചുരുണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ, അതായത് കക്ഷത്തിൻ്റെ ആ ഭാഗം ഒക്കെ ചുരുണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇടുന്ന പോലെ ഇടുന്നതാണെങ്കിൽ അതേപോലെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്ന് തേച്ചെടുക്കുക കേട്ടോ. ഒന്ന് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് അളവൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പറഞ്ഞു വരണം എന്താണെന്ന് മറന്നു പോകണം, അതാണ് ഇങ്ങനെ വെച്ച് പറയണത് കേട്ടോ. സാരമില്ല, ശരിയായി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളെ വീഡിയോ ഇടാണ്ടൊക്കെ ഇരുന്നിട്ട് ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ശരിയായി വരണുണ്ട്. ഇനി അത് റെഡി ആയിക്കോളും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ അളവ് നൈറ്റി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അളവ് നൈറ്റി ഇടുമ്പോൾ 2ആക്കി മടക്കിയിടുക. ഞാനിപ്പോൾ തേച്ചിട്ടൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ, തേച്ചൊക്കെ എടുത്തതാണ്. അതാ 2ആക്കി മടക്കിയിടുക.
നമ്മളല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലെ ഐറ്റംസ് തയ്ക്കുമ്പോഴുണ്ടല്ലോ, അളവ് ചുരിദാറാണെങ്കിലും നൈറ്റി ആണെങ്കിലും എല്ലാം ഒന്ന് ഫസ്റ്റ് ഒന്ന് തേക്കൂട്ടോ. ഈ ചുരിദാറോ നൈറ്റിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ച് വരുമ്പോഴത്തേക്കും അളവിൽ വ്യത്യാസം കാണിക്കും. അപ്പോൾ നമ്മളൊന്ന് തേച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസം ഇല്ലാതെ നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ശരിയാണോ എന്ന് നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതാന്ന് നോക്കി നമുക്കിതുപോലെ ഒപ്പം വെക്കണം കേട്ടോ, ഒട്ടും വ്യത്യാസം വരരുത്. രണ്ടാക്കി മടക്കി ഇട്ടിട്ട് ഇതുപോലെ ഒപ്പം വെക്കാം. താഴ്ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നീറ്റായിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് അയൺ ടേബിളും ഇട്ട് തന്നെയാണ് നമ്മൾ വെട്ടണമെങ്കിൽ ഇതേപോലെ മടക്കി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തേച്ചൊക്കെ എടുക്കാം. ഇത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിന്നോളും, ചുളുക്കൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ. മാക്സിമം വീതി തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴി, അതുപോലെ തന്നെ കൈ സൈഡ് ഷേപ്പൊക്കെ വരച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണാം. അതുപോലെ നെക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇങ്ങനെ നൈറ്റി ഉണ്ടാവുമല്ലോ എന്തായാലും, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടെങ്കിൽ ഒരു പഴയ സാരിയോ എന്തെങ്കിലും വെച്ചൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്താൽ മതി കേട്ടോ. നൈറ്റി മെറ്റീരിയൽ ഇട്ട് ചെയ്യാനാണെങ്കിലും വലിയ എമൗണ്ടൊന്നും വരില്ല. 150-160 രൂപക്കൊക്കെ നൈറ്റി മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടണ്ടല്ലോ. ഇപ്പോൾ വില കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ വിറ്റിരുന്ന സമയത്തെ വിലയാണ് ഞാൻ പറയണത്. ഇപ്പോൾ വില കൂടിയിട്ടുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കക്ഷത്തിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്ക് അവിടെ കിടക്കണ്ടല്ലോ, സ്റ്റിച്ചിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഞാനൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും 2 മാർക്ക് ഇട്ടിട്ടുണ്ട്. ഒരു മാർക്ക് സ്റ്റിച്ചും ഒരു മാർക്ക് തയ്യൽ തുമ്പും. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ അളവിലാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. സ്റ്റിച്ചിൻ്റെ അളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചെറുതായി പോകും കേട്ടോ. പിന്നെ എന്താ കഴുത്ത് നമ്മളിപ്പോൾ ആ തുണിയുടെ ആ അളവ്, നൈറ്റിയുടെ കഴുത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു 1/4 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് ഒരു വരയിട്ടിട്ട് അതിലൂടെ കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അളവിൽ തന്നെ വെട്ടിയിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതായി പോകും, തയ്ക്കുമ്പോൾ കുറച്ചൊന്ന് വലുതാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഷോൾഡറിൻ്റെ അവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് മാർക്കും ഉണ്ട്, കട്ടിങ് മാർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഷേപ്പ് കറക്റ്റായിട്ട് ആ ഒരു നൈറ്റിയുടെ അളവിൽ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിന് തയ്യൽ തുമ്പും കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി, അറ്റം വരെ അതിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഞാൻ വരക്കണത്, ഒട്ടും വ്യത്യാസം വരുത്തുന്നില്ല കേട്ടോ. പിന്നെ അഥവാ നിങ്ങൾക്ക് കൂടുതൽ ലൂസാക്കണം എന്നൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസായി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് ഇപ്പോൾ ടൈറ്റാണ്, കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മളൊന്ന് ലൂസായി കൊടുത്താൽ മതി കേട്ടോ. അതായത് തയ്യൽ തുമ്പ് ഞാനൊരു 1.5 ഇഞ്ച് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മുടെ സൈഡും ഇനി കൈക്കുഴി നമ്മുടെ തയ്യൽ തുമ്പിൽ ഇങ്ങനെ വിരൽ വെച്ച് അമർത്തി പിടിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ മറിച്ചിട്ട് അതിന് നമ്മുടെ വിരലിൻ്റെ അളവിൽ മാർക്ക് ചെയ്യുക. കണ്ടോ, ആ വിരലിരിക്കുന്ന ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇതാ ഇങ്ങനെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അളവിലാണ്, അല്ലാതെ സ്റ്റിച്ചിൽ പിടിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. സ്റ്റിച്ചിൻ്റെ തുമ്പത്തേക്ക് ഇങ്ങനെ ഇത്തിരി അരയിഞ്ഞ് നീങ്ങി കിടക്കുമല്ലോ തയ്യൽ തുമ്പ്, ആ അളവിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും മടക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ കരുതിയത് എന്തെന്ന് അടിഭാഗം നമ്മൾ വെട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ നിവർത്തിയിട്ടിട്ടൊക്കെ വെട്ടണം കേട്ടോ. അതാ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗമൊക്കെ ഇതാ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ കഴുത്ത് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ കഴുത്ത്. ഷോൾഡറിൻ്റെ അവിടെ കുറച്ചൊരു കുറച്ചിലുണ്ടായി, അതൊക്കെ ലെവലാക്കി വെട്ടിയിട്ടുണ്ട്. കൈക്കുഴി ഇതാ നമ്മൾ വരച്ച വരയിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ അടിഭാഗം വരച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചത്. ഇനി അടിഭാഗം കൂടെ ഒന്ന് വരച്ചിട്ട് നമുക്ക് അറ്റം വരെയും വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാർക്ക് നമുക്ക് അറ്റം വരെ വെട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് നിവർത്തിയിട്ടിട്ട് നമ്മുടെ താഴത്ത് കുറച്ച് കൂടുതൽ വരുമല്ലോ, അത്രയും കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെട്ടാൻ നിൽക്കണം. അതേസമയം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അടിയിൽ തയ്ക്കാനുള്ള സ്പേസ് മാത്രം ഇട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വെട്ടാൻ നടക്കണ്ട. അപ്പോൾ ഈ നൈറ്റിയുടെ അളവും അതിൻ്റെ തയ്യൽ തുമ്പും വിട്ടിട്ട് നമുക്ക് അടിഭാഗം നീറ്റായിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നൈറ്റി വിരിച്ചിടുകയാണ്. ഇനി ഇതാ നമ്മുടെ ഈ ഒരു തയ്ക്കാനുള്ള സ്പേസ് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1 ഇഞ്ച് മതി, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇനി ഇറക്കം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇറക്കം കൂട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കസ്റ്റമറുടെയൊക്കെയാണ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതിയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചേക്കണം കേട്ടോ. ലെങ്ത്ത് കൂട്ടണം, വണ്ണം കൂട്ടണം, കൈ നീളം കൂട്ടണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വേണം. അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് അയ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞ് സിമ്പിളായിട്ട് നമുക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റി. കട്ടെടുക്കാനല്ല കേട്ടോ, കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ
ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കാണ്. ഞാനിപ്പോൾ 2 നെക്ക് ഒറ്റയടിക്ക് വെട്ടാൻ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ ഒരെണ്ണം മാറ്റിയിടാം കേട്ടോ. ഇതാ കഴുത്ത് നമ്മൾ വരച്ചതിനേക്കാളും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റാം, ബാക്ക് പീസ് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മുടെ നൈറ്റിയുടെ നിന്ന് അളന്നെടുത്തിട്ട് അതേ അളവിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വെട്ടാം. പിന്നെ ഫ്രണ്ടിൽ ഒരു ഹുക്കാണ് നമ്മൾ വെക്കുന്നത്, അതിനുള്ള പടി അടിക്കണേക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ നെക്ക്. കറക്റ്റായിട്ട് അളന്ന് നോക്കുക എത്ര ഇഞ്ച് വീതി ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇറക്കം മാത്രം നോക്കിയാൽ മതി. ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ഒരു 5.5 ഇഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ, ഒരുപാട് ഇറക്കമൊന്നുമില്ല. കാര്യം വലിയ സൈസാണെങ്കിലും നെക്ക് സൈസ് കുറവാണ്. ഈ സൈസിന് ശരിക്കും ഇത്ര നെക്ക് പോരാ. പക്ഷേ ചിലരുണ്ടല്ലോ കുനിയുമ്പോൾ ബുദ്ധിമുട്ടാവരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കുഞ്ഞിനൊക്കെയുള്ള നൈറ്റികളാണ് യൂസ് ചെയ്യുക. കാര്യം എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. വീണ്ടും പറഞ്ഞതിനെ ആവർത്തിച്ച് പറയണ്ടോ, സോറി കേട്ടോ. അപ്പോൾ ആ നെക്ക് നമ്മൾ വരച്ചെടുത്ത് റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ അളവിലുള്ള സെയിം പാറ്റേണിൽ തന്നെ ചെയ്യണത്, അല്ലാതെ പാറ്റേൺ നെക്കിൻ്റെ മോഡലൊന്നും മാറ്റണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം എൻ്റെ അടുത്തല്ല തയ്ക്കാൻ തന്നത്, ഇക്കാടെ അടുത്താണ്, കടയിലാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മോഡൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തിനാ മോഡൽ മാറ്റിയെന്നൊക്കെ ചോദിച്ചെങ്കിലോ കസ്റ്റമർ. അപ്പം ഞാൻ നമ്മുടെ അളവ് നൈറ്റിയിലുള്ള സെയിം നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപ്പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ കഴുത്ത് കറക്റ്റ് അളവിൽ വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത ആ ഭാഗം എത്തിയപ്പോഴേക്ക് ആരോ എന്നെ കോൾ ചെയ്തു. അപ്പോൾ കോൾ ചെയ്തപ്പോൾ ആ വീഡിയോ പെട്ടില്ല കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോള് നമുക്ക് വരികയില്ല. ക്യാമറ ഓൺ ആണെങ്കിൽ നമുക്ക് സൗണ്ടൊന്നും കേൾക്കില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഓഫായി കിടക്കണം. അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തെടുത്തു. അതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ ആ നെക്ക് ഇങ്ങനെ എടുത്ത് വെച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കട്ട് ചെയ്തെന്ന്. ഞാൻ നേരത്തെ വെച്ചില്ല, അതേപോലെ വെച്ചിട്ട് ഇതിപ്പോൾ ബാക്ക് നെക്കാണ്. ഈ ഫ്രണ്ട് അല്ല ബാക്ക് പീസാണ്. ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ മടക്കിയിട്ട പീസ് എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഞാൻ ഈ റൗണ്ട് നെക്കിൽ വെട്ടിയതുകൊണ്ടാണ് റൗണ്ട് പീസ്. നിങ്ങൾ സ്ക്വയർ നെക്കാണെങ്കിൽ സ്ക്വയർ പീസായിരിക്കും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തു. അതിന് ഇപ്പുറത്തേക്ക് മാറ്റി ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടോ? അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അത് ക്യാമറയിൽ പെടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നതാണ്. ഇത് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ബാക്കിലേക്ക് ഇതാ ക്രോസ് പീസൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ആ നെക്കിൽ ക്രോസ് പീസാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഒരു പീസ് ഒരു തുണി എടുത്ത് ഇങ്ങനെ ക്രോസാക്കി മടക്കിയിട്ടിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കൈയാണ്. കൈ നമ്മുടെ അളവിൻ്റെ കൈ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവിലാണ് കേട്ടോ ഞാൻ വെട്ടിയെടുത്തത്. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ഇതാ ഇങ്ങനെ വെച്ച് ഇവിടെ മാർക്ക് ചെയ്യണം. സൈഡിൽ തയ്ക്കാനുള്ള തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അപ്പോൾ നമ്മുടെ ഈ കൈക്കുഴിയുടെ അളവൊക്കെ നോക്കി അതിനനുസരിച്ച് വിരൽ വെച്ച് അടയാളപ്പെടുത്തി അമർത്തി പിടിച്ച് അടയാളപ്പെടുത്തി ഇതാ കൈക്കുഴി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ തയ്ക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2 വീഡിയോ ആക്കാനാണ് കരുതിയത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് കൂടെ കണ്ടോട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോയാലോ? അപ്പോൾ ഞാനിതിപ്പോൾ പിറ്റേ ദിവസമാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപ്പീസ് എടുത്തിട്ടുണ്ട്. അടിപ്പീസിൻ്റെ സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. 15-ാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അരികെ നമ്മളൊന്നിപ്പോൾ അടിയിലേക്ക് മടക്കി വെക്കണം. റെഡിമെയ്ഡ് നൈറ്റിയിലൊന്നും ഇതുപോലെ അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചുമ്മാ അങ്ങോട്ട് മറിച്ച് വെക്കാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗിക്കും വൃത്തിക്കൊക്കെ ചെയ്യണമല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നിരിക്കുകയാണ്. കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ ഫ്രണ്ട് സൈഡിൻ്റെ. അത് കഴുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾക്കും പറ്റരുത്. നിങ്ങൾ ആദ്യം വെട്ടുമ്പോൾ തന്നെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയേക്കാം, അല്ലെങ്കിൽ കാര്യം വിട്ടു പോകും കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ തയ്ച്ച് ഈ കഴുത്തൊക്കെ അടിച്ച് കഴിഞ്ഞ് കൈക്കുഴി നോക്കിയപ്പോഴാണ് കുഴിച്ച് വെട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ കഴുത്തിൽ ആ പീസ് വെച്ചിട്ട്
നമ്മളൊന്ന് അടിച്ച് മറിച്ചെടുക്കാൻ പോകണം. അപ്പോൾ നല്ല വശത്ത് ആ കുഞ്ഞു പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ കഴുത്തടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്യാൻവാസ് വെക്കാണ്ടാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ കഴുത്തിൽ ഇതായി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്തേക്ക് മറിഞ്ഞ് കിട്ടാൻ എളുപ്പമായിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചുമ്മൽ കത്രിക കൊള്ളരുത് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതിച്ചടിക്കാം. ഞാൻ ചുരിദാർ അടിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് പതിച്ചടിക്കരുത് മുകളിൽ. ഇത് നൈറ്റി ആയതുകൊണ്ട് പതിച്ചടിക്കാം. നമുക്കിപ്പോൾ 2-3 നൂലിട്ടിട്ടൊന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ കിട്ടും കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സിംഗിൾ നൂലിട്ട് തന്നെ പതിച്ചടിക്കുകയാണ്. ഒരു 5-6 പ്രാവശ്യം ഞാൻ അടിക്കണുണ്ട് കേട്ടോ. അതായത് ആദ്യം ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം പിന്നെ കാലിഞ്ച് അകലത്തിൽ ഒരു 5-6 സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2-3 സ്റ്റിച്ച് നൂലിട്ടിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലേ, ആ രീതിയിൽ അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ അടിച്ചെടുത്തത്. ഇത് തന്നെ എത്ര നേരം ഇരുന്നിട്ടാണെന്ന് ചെയ്യണത്, മുമ്പത്തെ പോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ നാളായിട്ട് ഇങ്ങനെ തയ്ക്കാനൊന്നും ഇരിക്കാതെ നമ്മളിപ്പോൾ പണി ചെയ്യാതെ ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ബോഡി അതിന് വഴങ്ങി തരാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഞാനിപ്പോൾ കുറേ നാളിങ്ങനെ തയ്ക്കാണ്ടിരുന്നല്ലോ, ഒരു 2 മാസത്തോളം ഞാൻ തയ്ക്കാണ്ടൊക്കെ ഇരുന്നല്ലോ. അപ്പോഴേക്കും 1.5 മാസം ഞാൻ തയ്ക്കാണ്ടിരുന്നായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഇരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം വേദന വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അയ്യോ അങ്ങനെ വന്നോ ഇങ്ങനെ വന്നോ എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് പുറം വേദന വരുന്നുണ്ട്. പുറം വേദന അല്ല, പുറത്തിന് താഴെയായിട്ട് ഇരുന്ന് ചെയ്ത് ശീലമായി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അതല്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ചെയ്യാത്ത പണി പെട്ടെന്നൊന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഞാൻ കഥ പറഞ്ഞതൊക്കെ മനസ്സിലായോ? പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് എന്തായിരിക്കും എനിക്ക് അസുഖം എന്നൊക്കെ ചിന്ത വരണുണ്ടാവും അല്ലേ. എനിക്ക് ഒരു അറ്റാക്ക് വന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രകൃതി ചികിത്സയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തവർക്കുണ്ടല്ലോ, ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നല്ലതാട്ടോ. എനിക്കിപ്പോൾ നല്ലോണം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ. എങ്കിലും റെസ്റ്റാണ്, ഒരു 6 മാസം എന്തായാലും റെസ്റ്റ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടതാ കുഞ്ഞു സ്റ്റിച്ച് അടുപ്പിച്ചടുപ്പിച്ചിട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുഭാഗം ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ ചെയ്യണം, ഹുക്ക് വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പടി വെച്ച് കൊടുക്കണം. ഇങ്ങനെ മടക്കിയിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കൈക്കുഴി അങ്ങ് കുഴിച്ച് വെട്ടിയേക്കാം. ഒരു 1/2 ഇഞ്ച് നമുക്കിത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു വെട്ട് കൊണ്ട് കുറേ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ ഡ്രസ്സിന്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണ മെറ്റീരിയലിൽ, അതായത് റെഡിമെയ്ഡ് വാങ്ങിക്കണ നൈറ്റിയിൽ ഈ ഒരു കട്ടിങ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പുറത്തേക്ക് പോണ പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കും, നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരും നൈറ്റി റെഡിമെയ്ഡ് വാങ്ങിക്കേണ്ട. നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തുണി മുറിച്ച് വാങ്ങിച്ചിട്ടോ ഒന്ന് നൈറ്റിയൊക്കെ തയ്ച്ച് നോക്കൂ കേട്ടോ. തയ്യൽ മെഷീനുള്ളവർ എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ ഞാനൊരു 7 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ കട്ട് ചെയ്ത് അവസാനിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു 1/4 ഇഞ്ച് ഇതാ ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ടുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പടി വെക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുളിവില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഇങ്ങനെ വെട്ടിയെന്ന് മനസ്സിലായല്ലോ. 2 പീസും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു 1/4 ഇഞ്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പടി വെച്ച് കൊടുക്കണം. അതിന് ഇതാ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡിസൈൻ ഉണ്ടല്ലോ തലകുത്തി പോകാതെ നോക്കണം കേട്ടോ. ഓരോ മെറ്റീരിയൽ എടുക്കുമ്പോഴും ഞാനത് ശ്രദ്ധിച്ചാണ് എടുക്കണം. നമ്മുടെ കൂണ എന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെല്ലാം നേരെ നിൽക്കുന്ന രീതിയിലാണ്. ചരിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് നേരെ നിൽക്കണം. ഇതിൻ്റെ നല്ല വശം, കുഞ്ഞു പീസിൻ്റെ നല്ല വശവും പിന്നെ നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശം ചേർത്ത് വെക്കാം. കുഞ്ഞു പീസിൻ്റെ നല്ല വശമാണ്. കുറച്ചൊന്ന് മുകളിൽ കയറ്റി നിർത്തണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗം ഒന്ന് മടക്കി കൊടുക്കാനാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പതുക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ ആ വെട്ടിട്ടില്ലേ ആ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മളവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തില്ലായിരുന്നോ അവിടം വരെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നമുക്കൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ എൻ്റെ ഭാഗം ഒന്ന് മടക്കി കണ്ട നീറ്റായിട്ട് എടുക്കുക. അതിന് ശേഷം ഒരു മടക്ക് പകുതി വരെ മടക്കി പിന്നെ ഒരു മടക്ക് ഫുള്ളായിട്ട് മടക്കിയിട്ട്
നമുക്ക് അടിക്കുമ്പോഴുണ്ടല്ലോ ഈ തുമ്പത്തുനിന്ന് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ 2 വാഷ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തുമ്പത്തുനിന്ന് ഇങ്ങനെ നൂലിങ്ങനെ ചാടി വരും. ചിലരുടെ നൈറ്റിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ തയ്യൽ തുമ്പൊക്കെ പുറത്തേക്ക് ചാടി നിന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഒന്നുകൂടെ മടക്കി നീറ്റാക്കിയിട്ട് ഞാൻ അടിക്കേണ്ടത് കേട്ടോ. അതിന് ശേഷം അവിടെ കുർത്തി നിർത്തിയിട്ട് ഇതേ താഴേക്ക് അടിച്ച് വരാം. താഴേക്ക് ആ തുണിയുടെ അറ്റം വരെ അടിച്ചോളൂ കേട്ടോ. തയ്യൽ തുമ്പൊക്കെ ആ പീസിൻ്റെ ഉള്ളിൽ പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോണ്ടല്ലോ അയ്യോ മനസ്സിലായില്ല ഡിസൈനുള്ള തുണിയാണ് കമൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാനേ പ്ലെയിൻ തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ തുമ്പ് മടക്കണതൊക്കെ ഞാനൊന്ന് വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ അടിക്കണം മനസ്സിലായില്ല എന്തായാലും. അപ്പോൾ ഇതിൻ്റെ തുമ്പ് മടക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ കമൻറ്റ് വരാറുള്ളത്, അത് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നൊക്കെ. അത് ഞാൻ ഒന്നുകൂടെ വീഡിയോയ്ക്ക് അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ, ക്യാമറയിലേക്ക് അടുപ്പിച്ച് കാണിച്ചു തരാം. ഇനി ഇപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് അടിച്ചു നോക്കിക്കോളൂ. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? ഇതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് പട്ട പിടിപ്പിച്ച് എടുക്കാം. അപ്പുറത്തെ സൈഡ് പിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കുട തലകുത്തി പോവരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണ്, മറ്റേ അത് വെച്ച പോലെ തന്നെ അടിയിൽ വെച്ചിട്ട് പുറത്തേക്ക് നേരത്തെ മടക്കിയ പോലെ തന്നെ മടക്കിയാലും മതി കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ഈ സംഭവം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തൊരു ഇതിങ്ങനെ ഇപ്പുറത്തെ സൈഡിട്ട് അടിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡ് തന്നെ എനിക്ക് ഒരു വശം ഇല്ല കേട്ടോ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഇടാനായിട്ട്. മറ്റേത് അപ്പുറത്തെ സൈഡ് അടിക്കാൻ ഞാൻ പിന്നെ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ അടിക്കണത്. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ തന്നെ അടിക്കുകയാണ് കേട്ടോ. നേരത്തെ വെച്ചതുപോലെ തന്നെ കുഞ്ഞു പീസിൻ്റെ നല്ല വശം വലിയ പീസിൻ്റെ അടിവശത്ത്, അതായത് ചീത്ത വശത്ത് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് നേരത്തെ മടക്കിയ പോലെ തന്നെ മടക്കി അറ്റം വരെ അടിച്ചെടുക്കുക, പതിച്ചടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പടി ഇങ്ങനെ അടിച്ച് 2 സൈഡും അടിച്ചതിന് ശേഷം എങ്ങനെയാണ് അകത്തേക്ക് കറക്റ്റായിട്ട് വെക്കണമെന്നൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ, എവിടെയൊന്നും സ്കിപ്പ് ചെയ്യല്ലേ. പടി വെക്കാനൊക്കെ അറിയാത്തവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണ്ടേ. അപ്പോൾ നേരത്തെ മടക്കിയ പോലെ തന്നെ കുറച്ചൊരു മടക്കി പിന്നെ ഒരു മടക്കും കൂടെ മടക്കി നീറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഈ എൻ്റെ ഭാഗം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അവിടെ ശ്രദ്ധിച്ചേക്കണം, അവിടെ അടിച്ചേക്കണം. അടിച്ചില്ലെങ്കിലുണ്ടല്ലോ ആ മടക്ക് 2 അലക്ക് കഴിയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരും. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പടി നീറ്റായിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ അവിടെ മടക്കി വെച്ചാൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇല്ലേ, ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോണേൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം എന്ന് പറയണ പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. എനിക്ക് വട്ടായോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വട്ടായിട്ടൊന്നുമല്ല കേട്ടോ. വർത്താനം പറഞ്ഞ് ചെറിയൊരു വട്ടം തോന്നുന്നു, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നേരത്തെ അടിച്ച പോലെ തന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. അതൊരു ഭംഗിക്കാണ് കേട്ടോ. അത് വേണമെങ്കിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് കറക്റ്റായിട്ട് വെക്കണ്ടേ, എങ്ങനെയാണ് വെക്കണ്ടേന്നൊക്കെ കാണിച്ചു തരണ്ടേ. ഇതാ നോക്കിക്കോ. അപ്പോൾ അതാ നമ്മൾ ഹുക്ക് വെക്കണ ഭാഗം മുകളിലും ഐ വെക്കണ ഭാഗം അടിയിലേക്കും ഇതാക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അത് ചുളുങ്ങിയൊന്നും ഇരിക്കരുത് കേട്ടോ, അടിയിലിടുന്നത് കറക്റ്റായിട്ട് പോകണം. ഇനി ഇതാ മുകളിലൊപ്പം വെക്കുക. ഇനി നിങ്ങൾക്ക് ഒപ്പം വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് സ്റ്റിച്ച് ഇടണ്ട കേട്ടോ, അവിടെ നമുക്ക് ഹുക്ക് വെക്കാനുള്ളതാണ്. ഇനി നമുക്ക് എവിടെ മുതൽ അടിക്കണം എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ മുകളിലത്തെ പീസ് നീറ്റാക്കി വെക്കണ പോലെ തന്നെ അടിയിലത്തെ പീസ് നമ്മൾ നേരെ വെക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അവിടെ കൊണ്ടുവന്ന് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ ഒരു സ്റ്റിച്ച് ഇടുക. ഇനി ഈ പീസ് ചരിഞ്ഞ് പോരുത് കേട്ടോ, അത് കറക്റ്റായിട്ട് തന്നെ വെക്കണേ. അടിയിലത്തതും നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കി നേരെ തന്നെ വെക്കുക. നമ്മൾ ആ വി പോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊന്നും പോകില്ല കേട്ടോ, നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ ഇവിടെ നിന്ന് അടിച്ച് തുടങ്ങാം. അപ്പോൾ ഇതിന് ഒത്തിരി നീളം ഉണ്ടല്ലോ, അപ്പോൾ നീളം കുറച്ചൊന്ന് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് മടക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കാം. ആ മടക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അതിൽ മടക്കണുണ്ട്, അത് നിങ്ങൾ ഇപ്പോൾ പോട്ടെ, ഞാൻ കുഞ്ഞു കഷ്ണം ഉണ്ടല്ലോ വെട്ടിക്കളഞ്ഞ പീസ്, അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ വി ഷേപ്പ് ഇതാ ഇങ്ങനെ ഞാൻ അടിച്ചെടുക്കുകയാണ്, മടക്കി അടിക്കുക. അപ്പോൾ മടക്കണ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒട്ടും ചുളിവ് വരില്ല.
നിങ്ങൾ അടിക്കുമ്പോൾ അവിടെ ചുളിവ് വരണുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടണയിൽ അല്ലെങ്കിൽ വെക്കുമ്പോൾ ഉള്ള വളഞ്ഞു പോണതോ കൊണ്ടാവാം. കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുളിവ് വരില്ല കേട്ടോ. ഇതിപ്പോൾ പ്രിൻ്റഡ് ആയതുകൊണ്ട് ഒട്ടും അറിയില്ല. പ്ലെയിനൊക്കെ ആണെങ്കിൽ ചുളിവൊക്കെ നല്ലോണം അറിയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് തുമ്പ് തൂങ്ങി കിടക്കണ്ടാവുമല്ലോ, മറ്റേത് വെട്ടിയ പോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വെട്ടിയേക്കാം കേട്ടോ. അപ്പോൾ ഈ കഷ്ണത്തിൽ ഞാൻ മടക്കണ കാണിച്ചു തരാം, എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം നോക്കി, ഈ നേരെ വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കാം, ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ക്രോസായിട്ട് മടക്കുക. എന്നിട്ട് ആ മടക്കെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസയുടെ മൂല പോലെ വരും കേട്ടോ. കണ്ടോ, മനസ്സിലായില്ലേ എങ്ങനെ മടക്കിയെന്ന്? ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഫുള്ളായിട്ട് മടക്കുക, എന്നിട്ട് ഇങ്ങോട്ട് മടക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മുടെ നൈറ്റിയുടെ പടിയുടെ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഇനി ബാക്ക് നെക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് ക്രോസ് പീസ് വെക്കാമെന്നാണ്. ഇത് ഞാൻ കാണിച്ചു തരണം എന്തിനാണെന്ന്. ഞാനിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്തത്, അതായത് ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. ക്യാൻവാസ് വെക്കണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ക്യാൻവാസ് അല്ല, ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നല്ല വശത്ത് ആ ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. പിടിച്ച് വലിക്കാതെ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പിടിച്ച് വലിക്കരുത് കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതായി പോവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. ഇനി തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ, ഞാൻ പഠിപ്പിച്ച് തരാം. നൈറ്റി, ചുരിദാർ, ബ്ലൗസ് എല്ലാം പഠിപ്പിച്ച് തരാം. ഒരു 1000 രൂപയ്ക്ക് എല്ലാം നിങ്ങൾക്ക് പഠിക്കാം. വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് അകത്തേക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇടണമെന്നൊന്നുമില്ല കേട്ടോ. നൈറ്റി ആയതുകൊണ്ട് തന്നെ, കോട്ടൺ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് മടങ്ങി കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ പീസിലേക്ക് തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കതൊന്ന് അടിക്കാം. ഫുള്ളായിട്ട് മടക്കിയേക്കല്ല കേട്ടോ, ആ പീസിലേക്ക് തന്നെ, ക്രോസ് പീസിലേക്ക് തന്നെ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ്. ഇനിയാണ് നമ്മൾ ഒന്നുകൂടെ ഷോൾഡർ അടിച്ചതിന് ശേഷം മടക്കി വെച്ച് തുണി അടിക്കണം കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ നോക്കി ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. മനസ്സിലാവണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് മനസ്സിലാവണ്ടോ എന്ന്. മനസ്സിലായവർ മാത്രം മനസ്സിലായി എന്ന് പറയുക, അല്ലാത്തവർ മനസ്സിലായില്ല എന്ന് തന്നെ പറയുക കേട്ടോ. നല്ലല്ലേ വീണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് നൈറ്റ് ചെയ്യാണ്ടിരിക്കില്ലേ. അപ്പോൾ ഇനി കൂടുതലായിട്ട് അകത്ത് തുമ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. ഉണ്ടോ ഇതേപോലെ. പിന്നെ നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ഐഡിയ കിട്ടും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു കാര്യങ്ങളും, മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഷോൾഡർ അടിച്ചെടുക്കുക. ഷോൾഡർ അടിക്കുമ്പോൾ നല്ല വശം ചേർത്ത് വെക്കുക. ബാക്കിലുള്ള നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ചില്ലേ, അതിൻ്റെ തുമ്പ് മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒരു അടി പഠിക്കുമ്പോൾ കെട്ടിടാണ്ട് അടിക്കണമെങ്കിൽ അടിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യണവർ അങ്ങോട്ട് ഒറ്റടി പഠിച്ചാൽ മതി, കെട്ടിട്ട് അടിക്കുക. ഞാനിപ്പോൾ ഇതിന് 2 അടി പഠിക്കുന്നുണ്ട്. ഞാൻ കെട്ടിട്ട് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിത്യാഭ്യാസിയാണെന്ന്, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായതുകൊണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നിപ്പോവും. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഷോൾഡർ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് കണ്ടോ, ഒപ്പം വന്നാലാണ് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. ആ പീസ് അകത്തേക്ക്, അതായത് ആ നമ്മുടെ ക്രോസ് പീസിൻ്റെ ആ ഒരു ഇത്തിരി ഭാഗം ഉണ്ടല്ലോ, അതകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നേരെ അടിക്കാൻ ശ്രമിക്കുക, ഫിനിഷിങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ തയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ കസ്റ്റമർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, കാണുന്നവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നൊരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ തയ്യൽ നല്ലൊരു ഉപാധിയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഒത്തിരി എനിക്ക് ഈ തയ്യലുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് ആ കൈയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൈ നമുക്ക് റൗണ്ടിൽ കയറ്റണമെങ്കിൽ കയറ്റാം. ഇതിപ്പോൾ നൈറ്റി ആയതുകൊണ്ട് കസ്റ്റമർക്ക് ഇനി വണ്ണം കൂട്ടോ കുറക്കമൊക്കെ വേണം, അവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലോ അവരുടെ അളവിൽ നേരെയാണ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അടിക്കുകയാണ്. അപ്പോൾ ഈ കൈ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ച് നോക്കുക. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പമായിട്ട് എത്തണ്ടോ നോക്കുക. കൈൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. മിഡിൽ ഭാഗത്ത് ആ മടക്കാണ് ഞാൻ നോക്കിയത്. പിന്നെ ഇതാ ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറ്റത്തു നിന്ന് തന്നെ അടിക്കാം. കൈ അതിലേക്ക് കയറ്റി കൊടുക്കാം. പിന്നെ ഇനി കൂടുതൽ പണിയൊന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതുപോലെ അടിക്കുക. കൈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചുളുങ്ങി പോവരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് അടിക്കാം. ഉണ്ടോ ഇതേപോലെ അടിച്ചിട്ട് നമുക്ക് നീറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൈ അടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ കൈയിൻ്റെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ, ബോഡിയിൽ മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അതാണ് ബോഡി ഞാൻ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിയത്. അതുകൊണ്ട് തന്നെ കൈ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നല്ല വശമാണോ നോക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കൈക്കുഴി ശ്രദ്ധിക്കണം കേട്ടോ. കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിലേ, സ്ലീവിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ കൈ തിരിഞ്ഞ് പോവരുത്, ഫ്രണ്ട് സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിലൂടെ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കുക. തയ്യൽ തുമ്പൊക്കെ കയ്യിലേക്കാണ് കേട്ടോ കൊടുത്തേക്കണത്. കയ്യിലേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് വീണ് കൊടുത്തിട്ടുണ്ട്. ഇതാ മാർക്ക് കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിക്കാം. പിന്നെ ഒരുപാട് ഡാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ കയറി മെഷീൻ നാശാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അറ്റം വരെ അടിക്കുക. ഇനി അപ്പുറത്തെ സൈഡും അടിച്ചതിന് ശേഷം അടിഭാഗമൊക്കെ മടക്കി അടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് നൈറ്റിയുടെ ലുക്കെന്ന് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. 3/4 സ്ലീവൊക്കെ വെച്ച് അതാ ഒരു നൈറ്റി. അപ്പോൾ ഇതാ നെക്ക് നോക്കിയേ, കണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ച് കാണുന്നുണ്ടോ? പോയി അടുത്ത് നോക്കിയാലേ കാണുള്ളൂ അല്ലേ. വേറെ നൂലായിരുന്നെങ്കിൽ ഒന്നുകൂടെ കണ്ടേനായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ കൊടയാണോ കൂണാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയാം കേട്ടോ. എനിക്ക് കൊടയായിട്ട് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഡിസൈൻ. അപ്പോൾ 3/4 സ്ലീവുള്ള നൈറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്ച്ച് നോക്കാൻ താല്പര്യമുള്ളവർ തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്പർ നോട്ട് ചെയ്യുക, എന്നെ വിളിക്കുക. അപ്പോൾ നാളെ പെരുന്നാളാണെങ്കിൽ നാളെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം.